ഹലോ ഡിയേഴ്സ്, ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റിലേഷൻഷിപ്പ് ഗൈഡൻസ് ആണ് തരാനായിട്ട് പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റീസണേറ്റ് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കണം. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇതൊരു ഗൈഡൻസ് റീഡിംഗ് ആണ്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് കാർഡ് നോക്കാം. ഞാൻ ഓൾറെഡി കാർഡ്സ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു ക്വിക്ക് റീഡിംഗ് ആണ്. ഇവിടെ നിങ്ങളുടെ പാസ്റ്റ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്ന 5 ഓഫ് പെന്റക്കിൾസ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെയധികം ദുഷ്കരമായ സമയങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചതോ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാഞ്ഞതോ ആയ സമയങ്ങൾ ഉണ്ടായിരുന്നായിരിക്കാം ഇതിനു മുൻപ്. എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഓരോ സങ്കടത്തിന് പിന്നിലും ഒരു സന്തോഷം വരുമെന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഓർക്കുക. എല്ലായ്പ്പോഴും നമുക്ക് സങ്കടങ്ങൾ യൂണിവേഴ്സ് തരത്തില്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ഇവിടെ നിങ്ങളുടെ പ്രസന്റ് എനർജിയിൽ എനിക്ക് ഏസ് ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് സന്തോഷത്തിന്റെ നല്ല സമയങ്ങൾ വരുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള പ്രണയത്തിൽ നല്ല നല്ല നിമിഷങ്ങളും തുടക്കങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് എന്തെന്നാൽ, ഈ ഒരു സമയം നിങ്ങളുടെ ഹൃദയം തുറന്നിരിക്കുക. അതായത് നിങ്ങളുടെ സ്നേഹവും കരുതലും എല്ലാം സ്വീകരിക്കാനായിട്ട്, അതായത് നിങ്ങളുടെ പേഴ്സന്റെ സ്നേഹവും കരുതലും എല്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായിട്ടിരിക്കുക. ഈ ഒരു സമയം പ്രപഞ്ചം നിങ്ങൾക്ക് മനോഹരമായ ഒരു ക്ഷണമാണ് അയക്കുന്നത്. അത് നിങ്ങൾ മറക്കരുത്. നമുക്ക് നെക്സ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് സോർട്സ് റിവേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കാർഡ് റിവേഴ്സ് വായിക്കുന്നത് എന്തെന്നാൽ, ഈ ഒരു കാർഡ് നിങ്ങളുടെ ചിന്തകളെയാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് പാസ്റ്റിൽ നേരിട്ട അനുഭവങ്ങൾ തന്നെ നിങ്ങളെ ഒരുപാട് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ കുറച്ചധികം ബോൾഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അത് കാരണം നിങ്ങൾ ഒരു ബൗണ്ടറി സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ ഇടയിലും നിങ്ങൾ ഒരു ബൗണ്ടറി സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കാം. അതായത് സ്വന്തമായി തന്നെ നിങ്ങളുടെ ചിന്തകളുടെ മതിലുകൾ നിങ്ങൾ കെട്ടിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൂർച്ചയേറിയ വാക്കുകൾ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ തരാനുള്ള അഡ്വൈസ് എന്തെന്നാൽ, മൂർച്ചയുള്ള വാളുകൾ പോലും അല്പം ചൂട് പിടിപ്പിച്ചാൽ മൃദുവാക്കാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അതായത് നിങ്ങളുടെ മൂർച്ചയേറിയ വാക്കുകൾ ചില സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്യും. അതായത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു രീതിയിലോട്ട് നിങ്ങൾ മാറുന്നത് എന്തെന്നാൽ, നിങ്ങൾ പാസ്റ്റിൽ ഉണ്ടായ നിങ്ങളുടെ അനുഭവങ്ങളാണ് നിങ്ങളെ ഈ ഒരു രീതിയിലേക്ക് മാറ്റിയത്. അപ്പൊ നിങ്ങൾ ഓർക്കുക, യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ്, മൂർച്ചയുള്ള വാളുകൾ പോലും അല്പം ചൂട് പിടിപ്പിച്ചാൽ മൃദുവാക്കാൻ സാധിക്കും. നമുക്ക് നെക്സ്റ്റ് കാർഡ് സൺ കാർഡ് ആണ് കിട്ടിയത്. അതായത് നിങ്ങൾ വജ്രം പോലെ തിളങ്ങുക. സൺ എന്ന് പറയുന്നത് പോസിറ്റിവിറ്റി, സന്തോഷം, വിജയം എന്നിവയൊക്കെ നമുക്ക് നൽകുന്നതാണ്. അതായത് ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് സൂര്യൻ തരുന്നത്, അല്ലേ? അപ്പം ഒരു ദിവസം സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? അന്ന് മുഴുവൻ നമ്മൾ അന്ധകാരത്തിൽ വീണു പോകും, അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ പോസിറ്റീവായി ഇരുന്നില്ലെങ്കിൽ നെഗറ്റീവ് എനർജി നമുക്ക് ഉണ്ടാവുകയും നിങ്ങൾ ലോ എനർജിയിലേക്ക് പോവുകയും ചെയ്യും. നിങ്ങൾ ഈ ഒരു സമയം പോസിറ്റിവിറ്റി തിരിച്ചറിയുക. നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം പ്രസരിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം ആഘോഷിക്കുക. അതുപോലെ ആ ഒരു സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സന്തോഷകരമായ ഊർജം ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുത്തും എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഓർക്കുക. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കുക. എൻ്റെ എല്ലാ റീഡിങ്ങിലും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കണം. അതിന്റെ കാരണം എന്തെന്നാൽ, നമുക്ക് വരാനുള്ള ബ്ലെസ്സിങ്സ് നമുക്ക് വന്നു ചേരണമെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണം. നെഗറ്റീവ് മൈൻഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ആണ് ഉണ്ടാകുന്നത്. അത് നിങ്ങൾ എപ്പോഴും ഓർക്കുക. പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. ആദ്യമൊക്കെ നിങ്ങൾക്ക് പറ്റത്തില്ലായിരിക്കാം. നിങ്ങൾ മെഡിറ്റേഷനൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ യൂണിവേഴ്സ് ഇപ്പോൾ തരുന്ന അഡ്വൈസ് സൺ കാർഡ് കിട്ടിയതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുക. ജീവിതമാകുമ്പോൾ ആ ഒരു ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം നിങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ആഘോഷിക്കുക. മനസ്സിലായോ?
ഇവിടെ 2 of Cups റിവേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ റിവേഴ്സിൽ നമ്മൾ വായിക്കുമ്പോൾ അപ്പം ഈ ഒരു സമയം കാര്യങ്ങൾ അതേപടി നിൽക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങൾ ആരെയും അതിലേക്ക് കടത്തിവിടാതെ നിങ്ങൾ നിങ്ങളുടേതായ ആ ഒരു ചിന്തകളിൽ തന്നെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, അതായത് പാസ്റ്റിൽ നിങ്ങൾക്ക് നേരിട്ട അനുഭവങ്ങൾ തന്നെ നിങ്ങളെ ആ ഒരു നെഗറ്റീവ് മൈൻഡിൽ തന്നെ ഇരുത്തുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പൊരുത്തക്കേടുകൾക്ക് ഇനിയും സാധ്യതയുണ്ട്. നിങ്ങൾ പാസ്റ്റിനെ അവിടെ വിടുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ശരിയാണ്, പ്രോബ്ലംസുകളൊക്കെ നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, പക്ഷെ അത് പാസ്റ്റ് ആണ്, നമുക്ക് ഓൾട്ടർ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് എന്താണ് ബ്രൈറ്റ് ആക്കാൻ സാധിക്കുന്നത്? ഫ്യൂച്ചർ. അപ്പോൾ നമ്മൾ പ്രസന്റ് മൊമെന്റിൽ നല്ലതായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങളുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആക്കാനായിട്ട് സാധിക്കൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് നിങ്ങൾ ഓർക്കുക. അതുപോലെ പരസ്പര ധാരണ ആവശ്യമാണ്. അതുപോലെ നിങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന്റെ തിളക്കം മങ്ങിക്കാൻ ഇടയാക്കും. അപ്പം നിങ്ങളൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വെക്കുക നിങ്ങളുടെ പേഴ്സണുമായിട്ട്. അപ്പം ചുരുക്കത്തില് നിങ്ങളുടെ റീഡിംഗ് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത്, നിങ്ങളുടെ പാസ്റ്റ് വളരെയധികം സങ്കടം നിറഞ്ഞതായിരുന്നു. പക്ഷെ നിങ്ങളുടെ പ്രസന്റ് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഒരിക്കലും പറ്റാത്ത കപ്പ് നിങ്ങൾക്കായി യൂണിവേഴ്സ് വാഗ്ദാനം ചെയ്യുകയാണ്. നിങ്ങൾ അതിനെ പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് ഹൃദയം തുറന്ന് സ്വീകരിക്കുക. അതുപോലെ തന്നെ വ്യക്തമായ ആശയവിനിമയം നിങ്ങളുടെ പേഴ്സണുമായിട്ട് നടത്തുക. അവിടെ ഒരു നെഗറ്റീവ് മൈൻഡ് പാടില്ല. അതാണ് യൂണിവേഴ്സ് തരുന്ന അഡ്വൈസ് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ.